എന്താ പറയുന്നത്, 2 കസേരയിട്ടിരുന്നോളാണോ? അവൻ ഉണ്ടതെന്നപ്പോഴേക്ക് ബെഞ്ച് തന്നെ പൊങ്ങി. അപ്പൊ ഇപ്പൊ 2 കസേരയിട്ടിരുന്നോളാണോ പറഞ്ഞു? ഒരെണ്ണായ ഒടിഞ്ഞു പോകുന്നാണോ പറയുന്നത്? അത് പണ്ടേ പോലെ വലിക്കുന്നില്ലെന്നൊക്കെ ഇപ്പൊ എല്ലാവർക്കും ഒരു അവസ്ഥ. നിന്റെ പല്ലിന്റെ ജോലിയും പണ്ടേ പോലെ വിളിക്കുന്നില്ല എന്നുള്ള കാര്യം തുടങ്ങാം. കുറച്ചടുത്തിരുന്നുണ്ടാ മതി, കുറച്ചടുത്തിരുന്നാ മതി. കറണ്ട് വരുമ്പോൾ ബാക്കിലേക്ക് ഇരിക്കാം. അടുത്തത് 4 അല്ലേ? 4 അല്ലേ? ഹേയോപാദേയ വിരഹാത് ഏവം ഹർഷ വിഷാദയോഃ അഭാവാദദ്യ ഹേ ബ്രഹ്മൻ ഏവമേവാഹമസ്ഥിതഃ ഹേ ബ്രഹ്മൻ ഹേയോപാദേയ വിരഹാത് ഏവം ഹർഷവിഷാദയോഃ അഭാവാത് അദ്യ അഹം ഏവമേവ ആസ്ഥിതഃ. അല്ലയോ ബ്രഹ്മൻ. ഇപ്പോൾ ജനകൻ എല്ലാം ബ്രഹ്മമായി കാണാൻ പാകത്തിനായി. അതുകൊണ്ട് അഷ്ടാവക്രനെയും ബ്രഹ്മനായി കണ്ടു. ഹേ ബ്രഹ്മൻ, ത്യാജ്യമോ ഗ്രാഹ്യമോ ഇല്ലാത്തതിനാൽ ഹേയോപാദേയ വിരഹാത്, ഹേയം ത്യാജ്യമായത്, ഉപാദേയം ഗ്രാഹ്യമായത്. ത്യാജ്യമായി ഒന്നുമില്ല, ഗ്രാഹ്യമായി ഒന്നുമില്ല. ഒന്നും എനിക്ക് ത്യജിക്കാനില്ല, ഒന്നും എനിക്ക് സ്വീകരിക്കാൻ. ത്യാജ്യഗ്രാഹ്യങ്ങൾക്കായി ഒന്നുമില്ല. ഞാൻ ശുദ്ധവും മുക്തവും ബുദ്ധവുമായ അറിവാണെന്നറിഞ്ഞപ്പോൾ എനിക്ക് ത്യജിക്കാൻ ഇനി ഒന്നുമില്ല, എനിക്ക് സ്വീകരിക്കാനോ ഒന്നുമില്ല. ഇതൊക്കെ പഠിക്കുമ്പോൾ വരുന്നൊരു വൈകല്യം, അറിവ് വേണ്ട പോലല്ലെങ്കിൽ ഓടിപ്പോയി വീട്ടിലിരിക്കുന്ന വസ്തുക്കളൊക്കെ എടുത്ത് ത്യജിക്കും. പിന്നെ അതിന് കിടന്ന് കരയും. വേണ്ടാത്തതൊക്കെ മേടിച്ചും വയ്ക്കും. ഇതൊന്നും നിങ്ങളുടെയല്ല, ഇതൊന്നും നിങ്ങളല്ല എന്ന് അറിയുമ്പോഴാണ് മോക്ഷം. അറിഞ്ഞാൽ മതി, അപ്പോൾ തന്നെ മോക്ഷമാണെന്നാണ്. അതിലെ മമത പൂർണ്ണമായി വെടിഞ്ഞാൽ മതി. മമതയല്ല വസ്തു വഴി. മൂഢ ജഹീഹി അനാഗമ കൃഷ്ണ ഒരു സദ്ബുദ്ധി അകർമ്മത്തിൽ നിനക്ക് ബന്ധമുണ്ടാവരുത്. അകർമ്മത്തിൽ നിനക്ക് താല്പര്യം ജനിക്കരുത്. കർമ്മത്തിൽ താല്പര്യം ഉണ്ടാവരുത് എന്ന് പറയുന്നത് മനസ്സിലാക്കാം അല്ലേ? കർമ്മത്തിൽ നീ തൽപരനാകരുത് എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാം. അകർമ്മത്തിലും നീ തൽപരനാവരുതെന്ന് പറഞ്ഞാലോ? കർമ്മവും അകർമ്മവുമല്ല, നിന്റെ താല്പര്യമാണ് വിഷയം. താല്പര്യം എവിടെയാ കിടക്കുന്നത്? നിന്റെ ചിന്തയുടെ ലോകത്ത്. ചിന്തയുടെ ലോകത്ത് മാറ്റം വരുത്താൻ പുറത്തുനിന്ന് ആർക്കാ പറ്റുക? ഇത് ശ്രവണം ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അത് ഉൾക്കൊണ്ടുവെങ്കിൽ ചിന്ത മാറി. അത്രേ മാറേണ്ടുള്ളൂ. പിന്നെ ഇത് തിരിച്ചു വരികയില്ല. അത് കറുനിട്ടിട്ടം. ഒരു വിത്തും വറത്തിട്ടാൽ കിളുക്കില്ല.
മനസ്സിലായില്ല. പറഞ്ഞ മനസ്സിലായില്ല. ഒരു വിത്തും വറത്തിട്ടാൽ കിളുക്കില്ല. വറക്കുന്നത് മുമ്പ് പറഞ്ഞ ചിന്തയെ ചൂട് പിടിപ്പിക്കണം, വരട്ടണം. വിത്ത് ചൂടാവണം. കർമ്മബീജമായ വാസന ചൂടാവണം. അതിനിപ്പോ നിന്റെ തലേന്ന് എടുത്തു കൊടുക്കണ്ടേ? ചൂടാകണം. അവിടെയാണ് ഈ വിത്ത് കിടക്കുന്നത്. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അത് ശ്രവണം കൊണ്ട് തന്നെ പറ്റും. പിന്നെ കിളുക്കില്ല. വെറും ശ്രവണം, വെറും കേൾവി. കുഴപ്പമെവിടെയെന്ന് വെച്ചാൽ ലാഘവത്തോടെ കേൾക്കാതെ അന്നേരവും അന്നേരവും മറ്റേ ഈ കർമ്മം ഇങ്ങനെ കിടക്കുക. അതില്ലാതെ ലാഘവത്തോടെ കേട്ടാൽ മതി. അതൊക്കെ അവിടെ ഇരുന്നോട്ടെ, കേൾക്കുക. ഏറ്റവും നല്ല അറിവ് വിഷത്തിന്. അതുകൊണ്ട് തന്നെയാണ് സംഘാടകരോട് പലവരും വഴക്കുണ്ടാക്കി പറഞ്ഞത് കാര്യം വിളിച്ചു അമൃതജലയിൽ അമൃതായി രൂപാന്തരപ്പെടുമെന്നാണ്. ഈ വിഷം എന്ന് പറയുന്ന ഒരു സാധനം വിഷമല്ല. ഇത് വളരെ അത്യാവശ്യമുള്ളവർ പഠിക്കാവും. അതിപ്പം മനസ്സിലായി കാണും. പാമ്പിന്റെ അല്ലെങ്കിൽ ആകെ കുളമാവും. മുട്ടയുടെ മഞ്ഞക്കരു പോലെ ഇരിക്കും. ഇത് കുറച്ച് പേര് പഠിക്കുക. ജീവിതം ആകെ മാറി ദഹിക്കാൻ പാടുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഇതിലെ 2 ശ്ലോകം നിത്യവും അത് ദഹിക്കുകയില്ലാത്തത് കൊണ്ട് ഹൃദയത്തിൽ വായിച്ച് മനനം ചെയ്താൽ എൻ്റെ പ്രവർത്തനം കുറച്ച് കാലം കൊണ്ട് ഇതങ്ങ് ഉറക്കി നിലപ്പിക്കും. ഉറച്ചാൽ, അല്ലാതെ നേരിട്ട് അകത്തോട്ട് എന്നാൽ നല്ല മനസ്സിൽ പിന്നെ ഒന്നിനെ എതിർക്കാനുണ്ടാവില്ല. അതൊരു ശല്യമില്ല. ഒപ്പം ഒന്നിനെയും സ്വീകരിക്കാനുണ്ടാവില്ല. ഉണ്ടെങ്കിൽ അവൻ അതിലേക്കൂടെ തന്നെ ഇരിക്കും. അത് രണ്ടുമല്ലാതെ നമുക്ക് എതിർക്കാൻ ഒട്ടേറെ ഉണ്ട്. 20 മിനിറ്റ് സ്വീകരിക്കാൻ ഇനിയും ഒരുപാട് കിടക്കുകയാണ്. ചെറിയ അളവിൽ. അതാണ് വഴിയളവിലാണ് ശരിയല്ല. ഈ കോബ്രയുടെ വിഷമാണെങ്കിൽ ഒരെങ്കിൽ 20 മില്ലിഗ്രാം, അത് മാത്രം ആവാസന 20 മിനിറ്റ് നിരന്തരമായ ശ്രവണം. അത് വീട്ടിൽ പോയിരുന്ന ഈ ക്ലാസ് വിചാരിച്ചാണെങ്കിൽ നേരെ ആ ശ്ലോകം ഒന്ന് മനനം ചെയ്യാം. നല്ലോലെ ശ്ലോകം കാണാതെ പഠിക്കുകയോ പഠിക്കാതിരിക്കുകയോ ചെയ്യട്ടെ. അതിന്റെ അർത്ഥം നല്ലപോലെ ചൊല്ലി മനനം ചെയ്യും. അനലിയുടെ വിഷമാണെങ്കിൽ ഒരു 14 മില്ലിഗ്രാം. അപ്പൊ ആരെങ്കിലുമൊക്കെ മുമ്പിലെത്തിയാൽ ഇത് പ്രവചനം ചെയ്യുക. അത് കൂടുതലാണ്. സ്വാധ്യായവും പ്രവചനവും ഉണ്ടെങ്കിൽ ഇത് ഉറക്കി പടയിപ്പൻ്റെ 6 മില്ലിഗ്രാം ഉറച്ചാൽ പിന്നെ ഈ സാധനം പോവില്ല. ഇത് നന്നായി സംസ്കൃതിയിൽ ചില ഗ്രന്ഥങ്ങൾ പഠിച്ചാൽ കഴിക്കുമ്പോൾ നിങ്ങളുടെ ലിംബിലെ വിഷം പിന്നെ എല്ലാം പഠിപ്പിക്കാം. അതൊന്നും പഠിപ്പിച്ചാൽ ഇതൊന്നും പഠിപ്പിക്കാൻ അതിൽ കയറി അങ്ങനെയൊക്കെ ചെല്ലാൻ ഓരോ ധാതുവിൽ സ്തംഭിച്ച് തീരാൻ ഗുരുമുഖത്തു നിന്ന് ചില ഗ്രന്ഥങ്ങൾ പഠിച്ചാൽ ഏത് ഗ്രന്ഥവും പഠിപ്പിക്കാം. അങ്ങനെ ചില സാധനങ്ങളുണ്ട്. അതിലൊന്നായത് മാണ്ഡൂക്യം. അങ്ങനെയാണ്. മാണ്ഡൂക്യം പഠിച്ചു കഴിഞ്ഞാൽ സാമാന്യം അത്രയും സാധനമൊക്കെ എടുത്തു പോവാം. ഈ പറഞ്ഞ അളവും കയറുകയില്ല. നല്ലപോലെ അമർത്തി കടിച്ച് പിടിച്ചാലാണ് ഡയറക്റ്റാണ് 200 മില്ലിഗ്രാം ഒരു കോബ്രയിൽ നിന്ന് കയറും. അതുകൊണ്ട് നല്ലപോലെ പഠിക്കുക. 800 മില്ലിഗ്രാം പഠിക്കുമ്പോൾ അത് പോകും. അടുത്തത് ഇനി കോബ്രയിൽ നിന്ന് കയറും. അടുത്ത ക്ലാസ്സിലാവാം. നല്ലപോലെ കടിച്ച് പിടിച്ചാൽ, ചുറ്റിപ്പിടിച്ച് കടിച്ചാൽ, ഗ്ലാസ്സിലേക്ക് ഒരു പ്രാവശ്യം കടിച്ച് പൂർണ്ണമായി വിഷമെടുത്താൽ 200 മില്ലിഗ്രാം ഒരു കോബ്രയിൽ നിന്ന് കിട്ടും. 7 ദിവസത്തിലൊരിക്കൽ മിൽക്കിംഗ് ഓഫ് ദ കോബ്ര. ഒരു വൈപ്പറിൽ നിന്ന് ഒരു 150-160 മില്ലിഗ്രാം കിട്ടും. ഒരു ക്രൈറ്റിൽ നിന്ന് ഒരു 70-50 മില്ലിഗ്രാം കിട്ടും. അത്രയും കിട്ടും. ക്രൈറ്റ് എന്ന് പറഞ്ഞാൽ അച്ചടി മൂട്ട്, വളയിപ്പ. മില്ലിഗ്രാം എന്ന് പറഞ്ഞാൽ 1000 മില്ലിഗ്രാമാണ് ഒരു ഗ്രാം. 1000ൽ 200 ഭാഗം 200 മില്ലിഗ്രാം. അത്രയേ ഉള്ളൂ സാധനം.
അടിച്ചു നോക്കണോ? മോഹം. അപ്പൊ ഇത് വളരെ ഗംഭീരമായ കണക്കാണ്. പക്ഷെ ഇത് കഴിച്ചാലൊന്നും ഒരു പ്രശ്നമില്ല. പെട്ടെന്നത് ക്രിസ്റ്റലാവും, അതിൻ്റെ വെള്ളം വലിയും, തിരിച്ച് വെള്ളം ഒഴിച്ചാൽ വീണ്ടും പഴയ പോലാവും. അങ്ങനെയുള്ളതാണ്. സൂക്ഷിക്കുന്ന ഡെസിക്കേറ്ററി വെച്ച് അതിൻ്റെ ക്രിസ്റ്റലീകരണം നടത്തി സൂക്ഷിക്കുന്ന ഒരു പേറ്റൻ്റുണ്ട്, പഴയത്. അങ്ങനെ സൂക്ഷിക്കാം. അത് വേണേ എഴുതി തരാം. പിന്നെ അത് കൊണ്ടുപോയി കുതിരയുടെ ശരീരത്തിൽ കുത്തിവെച്ച് സിറം വേർതിരിച്ച് ആൻറ്റിബിന് സിറം വേർതിരിച്ചെടുത്തിട്ട് ഡയറക്റ്റ് വിഷമല്ല കുത്തിവെക്കുന്നത്. അതുകൊണ്ട് അത് തന്നെയാണ് സെയിം കോബ്രാവനത്തിന്റെ അതേ ശക്തിയാണ് തേനീച്ചയുടെ വനം. പക്ഷെ തേനീച്ചയുടെ വനത്തിൽ ഇത്രയും മില്ലിഗ്രാം ഒന്നും കയറുക. തേനീച്ച കുത്തിയ സെയിം സാധനം കൂടുതൽ